സുവിശേഷം ചെറിയ കാര്യങ്ങളുടെ സുവിശേഷമാണ്. കർത്താവിൻ്റെ കണ്ണ് ആണ് നമ്മുടെ വിഷയം. കർത്താവ് നോക്കുന്ന രീതികൾ. ആനയെ നോക്കുന്ന അതേ കപ്പാസിറ്റിയിൽ കർത്താവ് അണുവിനെ നോക്കൂ. അണുവിനും ആനയ്ക്കും ഒരേ പ്രപ്പോർഷനാണ്. ഈ ചെറിയവരിൽ ഒരുവന് എന്ന് പറഞ്ഞേ, ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുക്കുന്നവന് അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവിടെ എന്താ സംഭവം? ചെറിയവനുണ്ട്, എളിയവൻ. സമൂഹത്തിലുണ്ടാവും വലിയ മനുഷ്യരും ചെറിയ മനുഷ്യരും. ചില ആൾക്കാർ കിണർ കുഴിച്ചു കൊടുക്കും. കിഴക്കുള്ള സ്ഥലങ്ങളിലൊക്കെ കിണർ കുഴിക്കണതിനൊക്കെ 2 ലക്ഷം രൂപയൊക്കെയാണ് ചിലവ്. ചിലർ ഒരു പാത്രം വെള്ളമാണ് കൊടുക്കുന്നത്. കിണർ കുഴിച്ചു കൊടുക്കുന്നതും ഒരു പാത്രം വെള്ളം കൊടുക്കുന്നതും കർത്താവ് ഒരേ കണ്ണുകൊണ്ടാണ് കഴിയണം. ഒന്നും അവഗണിക്കത്തില്ല. അതാണ് പറയണത്. ഒരു പാത്രം വെള്ളമാണെന്ന് കൊടുത്താൽ, മത്തായിയുടെ സുവിശേഷം 10:42, മത്തായി ശ്രീകാരുടെ സുവിശേഷം എന്തിനാ പഠിക്കണത്? ആളിൻ്റെ മനസ്സറിയാനാണ്. വാക്ക് എവിടെ നിന്ന് വരുന്നതാ? വാക്ക് മനസ്സിൽ നിന്ന് വരുന്നതാ. ദൈവത്തിൻ്റെ മനസ്സറിയാനാണ് നമ്മൾ സുവിശേഷം പഠിക്കുന്നത്. എന്നാ പറയണത്? ഏറ്റവും ചെറിയ വല്ല ഒരാൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുക്കുന്നവന് അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുകയില്ലെന്ന്. ആരുടെ പേരിലാണ്? കർത്താവിൻ്റെ നാമത്തിലായിരിക്കണമെന്നേ ഉള്ളൂ. അത് വിഷയമാണ്. റീഫണ്ടിങ് ഉള്ളതെല്ലാം ഈശോയുടെ നാമത്തിലേ ഉള്ളൂ. എന്താ കാര്യം? പിതാവിൻ്റെ തിരുസന്നിധിയിലെ കൃപയെ ആർജിച്ചിരിക്കണതും കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ എല്ലാം നൽകിയിട്ടുള്ള എ സിംഗിൾ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്താ കാര്യം? ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എന്ന് പറഞ്ഞേ. തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവൻ. അതാണ് മത്തായി ശ്ലീഹ 12:18 തിരുവചനം. എല്ലാവരും ഒന്നും തിരഞ്ഞെടുത്തിട്ടില്ല. പാപത്തിന് ആരാണോ പരിഹാരം ചെയ്തത്, ആരുടെ പരിഹാരത്തിലാണ് ദൈവം പ്രസാദിച്ചത്, ആ അംഗീകാര മുദ്രയുള്ളവൻ. അതാണ് യോഹന്നാൻ ശ്ലീഹ പറയണത്. യോഹന്നാൻ 6:27 പിതാവായ ദൈവം എന്നിൽ അംഗീകാര മുദ്ര ചാർത്തിയിരിക്കുന്നു. പിതാവായ ദൈവം എന്തിനെല്ലാമാണ് യേശുക്രിസ്തുവിന് അംഗീകാര മുദ്ര ചാർത്തിയത്? എനിക്ക് നിങ്ങൾക്കും തരുവാനും നമ്മൾ കൊടുക്കുന്നത് വാങ്ങിച്ച് പിതാവിനെ കൈമാറാനും ഏക രക്ഷകൻ, ഏക മധ്യസ്ഥൻ കൈ അടിച്ച് കർത്താൻ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൊടുക്കാനും വാങ്ങിക്കാനും ഒരേ ഒരു നാമം. അതാണ് ബൈബിൾ ഈശോനെ കുറിച്ച് പറഞ്ഞത്. നിനക്ക് കൊടുക്കാനും, ദൈവത്തിൻ്റെ കൊടുക്കാനും, നിനക്ക് സ്വീകരിക്കാനും ഒരേ ഒരു നാമം. എന്തെങ്കിലുമൊക്കെ സ്വീകരിച്ചാൽ ആരുടെ നാമത്തിലാണ് സ്വീകരിക്കേണ്ടത്? കർത്താവിൻ്റെ നാമത്തിൽ. കേട്ടോ? ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞേ. ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 9:37. അപ്പം എന്ത് സ്വീകരിച്ചാലും
ഇപ്പോൾ രോഗമായിരിക്കും, ചിലപ്പോൾ ഭർത്താവിൻ്റെ തെറ്റിദ്ധാരണയോ സംശയമായിരിക്കും. യു മസ്റ്റ് റിസീവ് ഇറ്റ് ഇൻ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നീ അത് കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണം. പറഞ്ഞ മനസ്സിലായോ? കുറേ കാലത്തേക്ക് നിനക്കൊരു കാര്യം അറിയാമല്ലോ, ഒരു നാണയത്തൊട്ടിൽ 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്ന് പോലും ഞാൻ അറിയാതെ താഴെ വീഴുന്നില്ല എന്ന് ഈശോ പറഞ്ഞത്. ലുക്ക 12:7. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീഴ്ചയാകാം, തകർച്ചയാകാം. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് അത് അറിഞ്ഞിരിക്കും. ദാറ്റ് മീൻസ് ആ തകർച്ച ഞാൻ അവൻ്റെ നാമത്തിൽ സ്വീകരിക്കും. മർക്കോസ് 9:37 അനുസരിച്ചുകൊണ്ട് കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഈ വചനങ്ങളും പാട്ടുകളും എല്ലാം എന്താ? നടപടി 4:12 എന്താണ്? മറ്റൊരു രക്ഷയില്ല, ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യന് രക്ഷ നൽകാൻ. മനുഷ്യനെന്ന് പറയുമ്പോൾ 70 കൊല്ലം ജീവിക്കേണ്ട ആളല്ല. ഞാൻ പറഞ്ഞില്ലേ, സിമിത്തേരി ചെല്ലുമ്പോൾ എനിക്ക് നിലവിളിയും വരും, കരച്ചിലും വരും, ചിരിയും വരും എന്ന് പറഞ്ഞില്ലേ. എന്നാ ചിരി വരണമെന്നറിയാവോ? നമ്മൾ സിമിത്തേരി കൂടി നടക്കുമ്പോൾ നമ്മുടെ ചെരുപ്പ് കൊണ്ടും കാല് കൊണ്ടുമൊക്കെ മണ്ണൊക്കെ ഇങ്ങനെ പൊങ്ങി പറന്നൊക്കെ പോകത്തില്ലേ? അപ്പോൾ എന്തുമാത്രം പൊന്നൊക്കെ ഇട്ട മണ്ണാണ് കിടക്കണേ ഇല്ലേ? എത്ര ചേട്ടത്തിമാർ പൊന്നു വിട്ട് കിലോ കണക്കിന് തൂക്കി നാട്ടുകാരെയും കാണിച്ച് അങ്ങോട്ട് കിടന്ന് നടന്ന് ആൾക്കാരെയും പേടിപ്പിച്ച ചേട്ടത്തിമാരൊക്കെ മണ്ണായിട്ട് കിടക്കണത്. അപ്പോൾ പൊന്ന് പറക്കണ പൊടി പോലെ അത് വറക്കുമ്പോഴാണ് ചിരി വരുന്നത്. അത്രേ ഉള്ള സംഭവം. അപ്പം മനുഷ്യൻ എന്ന് പറയുന്നത് സിമിത്തേരി വരെ അല്ല ദൈവം ഉദ്ദേശിക്കണത്, നിത്യത വരെയാണ് മനുഷ്യൻ എന്ന് പറയണത്. മൃഗങ്ങളും പക്ഷികളും അല്ല. മനുഷ്യനെന്ന് പറയണത് ദൈവം സൃഷ്ടിച്ചപ്പോൾ ഉദ്ദേശിച്ചത് എന്താണ്? നിത്യത വരെ. നിത്യത വരെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ദൈവം അവനെ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു? ഛായയിൽ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഓർക്കണം, നിത്യത വരെ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന്. ദൈവം നിത്യത വരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കർത്താവ് കൽപ്പന തരേണ്ടി വന്നത്. അതുകൊണ്ടാണ് നമുക്ക് 70 കൊല്ലവും 80 കൊല്ലവും മുതലാവാത്തത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നിത്യത വരെ ജീവിക്കാനും നിലനിൽക്കാനും ആവശ്യമായ കൃപ ആർജിക്കുവാൻ ഉടമ്പടി കാലത്ത് പ്രത്യേക ഉൾക്കാഴ്ച നൽകണമേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഛായയിൽ, ദൈവത്തിൻ്റെ ഛായയിൽ നമ്മളെ സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ നിങ്ങളവർക്ക് ദൈവത്തിന് ഈ മോന്തയായിരിക്കുമെന്ന് ചിലരെങ്കിലും ഓർക്കൂ. ബൈബിളിൽ ദൈവത്തിൻ്റെ ഛായ എന്ന് പറഞ്ഞാൽ ജീവനും സ്നേഹവുമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഛായ, ആത്മാവിൻ്റെ ഛായ, ദൈവത്തിൻ്റെ ജീവൻ, ഈ 2 കാര്യവും അവസാനിക്കണില്ല. ആത്മാവിൽ നിറയുന്ന കൃപ ജീവനും സ്നേഹവുമാണ് ദൈവത്തിൻ്റെ. അത് നിത്യത വരെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നവനല്ലേ? 1 കൊറിന്ത്യൻസിൽ നമ്മൾ വായിക്കുന്നത് 13:14 സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ജീവനും ആത്മാവിൽ നിറയുന്ന ദൈവചൈതന്യം സ്നേഹവും ജീവനുമാണ്. അതാണ് നിലനിൽക്കുന്നത്. വിത്ത് സൂപ്പർ കോൺഷ്യസ്നെസ്, കോംപ്ലക്സിറ്റി കോൺഷ്യസ്നെസ്, സങ്കീർണമായ അവബോധത്തോടു കൂടിയാണ് ആത്മാവ് നിലനിന്ന് പോകുന്നത് നിത്യത വരെ. ഈ അവബോധമാണ് ദൈവത്തെ അനുഭവിക്കുമ്പോൾ സന്തോഷം തോന്നുന്നത്.
ഈ അവബോധമാണ് ദൈവത്തെ അനുഭവിക്കാത്തപ്പോൾ ദുഃഖം തോന്നുന്നത്. അതിന് നരകമെന്ന് നമ്മൾ പറയും. വിശ്വസിക്കുന്നവരെ അവസാന കാലങ്ങളിലെ വിഷയങ്ങൾ വരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴൊരു നെയ്മാണ്, ഒരു നാമം നമ്മൾക്ക് രക്ഷയുടേതായിട്ട് ദൈവം നൽകിയിരിക്കുന്നത് നമുക്ക് വാങ്ങിക്കാനും നമുക്ക് സ്വീകരിക്കാനും നമുക്ക് കൊടുക്കാനും ഒരു നാമമാണ് ജീസസ്. ദ നെയിം ഓഫ് ജീസസ്. നേരത്തെ നമ്മൾ കണ്ടില്ലേ, അതായത് ഇപ്പോൾ നമ്മൾ യേശുവിൻ്റെ നാമത്തിലാണ് സ്വീകരിക്കേണ്ടത്. ഈ ശിശുവിനെ അരോഗമായാലും മറ്റ് ബാധ്യതകളും സങ്കടങ്ങളുമായാലും നീ ഉടനെ പറയും ഞാനിത് യേശുനാമത്തിൽ സ്വീകരിക്കണം എന്ന് പറയണം. അപ്പോൾ അത് കൃപയായി കൺവേർട്ട് ചെയ്ത് വരും. ഈശോയുടെ നാമത്തിൻ്റെ ഗുണമെന്താ? കൃപയുടെ ഉച്ചയും ഉറവയുമാണ് ഈശോ നാമം. ഈശോ നാമത്തിൽ സ്വീകരിക്കുമ്പോൾ നിൻ്റെ സങ്കടങ്ങളെ കൃപ പുരണ്ട് വരും. ഈശോ നാമത്തിൽ സ്വീകരിക്കുമ്പോൾ ഈശോ നാമത്തിൽ എന്നാ സംഭവിക്കണത്? ഈശോ നാമം മഹത്വപ്പെടും. ഇപ്പം ഞാനൊരു ചീട്ട് കൊടുത്ത് വിടണേ, 50 ലക്ഷം രൂപ വിജയകുമാർ കൊടുത്ത് വിടണേ എന്ന് വിചാരിച്ചോ? അപ്പോൾ എന്താ, എൻ്റെ നാമത്തിന് എന്തായി? അച്ഛൻ്റെ ചീട്ടുള്ളപ്പോൾ അത് ഓർഡർ ചെയ്ത് സാറ് അല്ലേ? അപ്പോൾ എൻ്റെ നാമത്തിന് മഹത്വമായി. നമ്മൾ ഈശോ നാമത്തിലൊരു രോഗം സ്വീകരിക്കുമ്പോൾ ആ രോഗത്തിലൂടെ ആര് മഹത്വപ്പെട്ടു? ഈശോ മഹത്വപ്പെട്ടു. ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരുവിൻ. റോമ 4:20. എങ്ങനെയാണ് വളരണത്? വിശ്വാസം എങ്ങനെയാണ് വളരണത്? ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് വളരണം. എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താം? ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ ദൈവത്തിന് നാമം മഹത്വപ്പെടണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങനെ നാമം മഹത്വപ്പെടണമേ. അതാണ് സംഭവം. നമ്മൾ വളരണത് എങ്ങനെയാണ്? ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു രോഗം ഈശോയുടെ നാമം സ്വീകരിക്കണം എന്ന് പറയുമ്പോഴേ ഈശോയുടെ നാമം മഹത്വപ്പെടും. ഈശോയുടെ നാമം മഹത്വപ്പെട്ടാൽ സംഭവിക്കാം. ഇപ്പം നിന്നെ ഒരാൾ തെറി പറഞ്ഞു, തോന്നിവാസം പറഞ്ഞു, നീ ഉടനെ പറയണത് ഞാൻ ഈശോ നാമത്തെ സ്വീകരിച്ചത്, തീർന്നു. അപ്പോൾ ആര് മഹത്വപ്പെട്ടു? ഈശോ മഹത്വപ്പെട്ടു. നീ നടക്കുന്ന വഴി ഒരുത്തൻ കൈതപ്പൊണ്ണം കൊണ്ടുവന്നിട്ട് അപ്പോൾ നീ വളഞ്ഞു ചുറ്റി യൂക്കട്ടിലാണ് പോണത്. നീ പറയും ആ കൈതപ്പൊണ്ണം കൊണ്ടുവന്നിട്ടപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് 5 മീറ്റർ നടന്ന് 5 അടി വെച്ചാൽ റോഡെ എത്തുമായിരുന്നു. ഇപ്പം ഞാൻ കറങ്ങിത്തിരിഞ്ഞാണ് പോണത്. എൻ്റെ കറങ്ങിത്തിരിഞ്ഞ് പോണ അവസ്ഥ ഈശോ നാമത്തിൽ സ്വീകരിച്ചിരിക്കണം, തീർന്നു. അപ്പോൾ ആര് മഹത്വപ്പെട്ട്? ഈശോ മഹത്വപ്പെട്ടു. ഈശോ മഹത്വപ്പെട്ട എന്ത് സംഭവിക്കും? പിതാവേ ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണം. ദൈവനാമത്തില് ദൈവ തിരുസന്നിധിയിൽ ദൈവ നാമത്തെ മഹത്വപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും? യോഹന്നാൻ 17:4 സംഭവിക്കും. എന്താണ്? അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണേ. മക്കളെ, ദൈവം മഹത്വപ്പെടുത്തിയ വേറെ ആർക്കും ആ മഹത്വം കെടുത്താൻ പറ്റത്തില്ല. മനുഷ്യൻ മഹത്വപ്പെടുത്തിയ കാലം കെടുത്തു. പറഞ്ഞ മനസ്സിലായ? ഈ ഭൂമിയിലുള്ള എല്ലാ കുരിശും നിനക്കാരുടെ നാമത്തിൽ സ്വീകരിക്കാനുള്ളതാണ്, യേശു നാമത്തിൽ. അതാ റോമ 4:20. ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തില് കൃപയില് വളരുവിൻ. വളർച്ചയ്ക്ക് വേണ്ടിയാ നിന്റെ കുരിശ്. നിന്നെ വഴി തടഞ്ഞവരെ, നിന്നെ അസഭ്യം പറഞ്ഞവരെ എല്ലാം ചെയ്തത് എന്താ? നിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാ. നീ അത് ആരുടെ നാമത്തിലാണ് സ്വീകരിക്കേണ്ടിയിരുന്നത്? നിന്റെ പേരിലാണ് സ്വീകരിച്ചതാണ് കുഴപ്പമായി പോയത്. ഇനി മുതൽ നീ ആരുടെ നാമത്തിൽ സ്വീകരിക്കും? ഈശോന്റെ പേരിൽ. സ്തുതിയുടെ ഹല്ലേലൂയ.
അയോഗ്യദാസരം ഞങ്ങൾ, കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. ബലഹീനരായി ഞങ്ങളെ ഉയർത്തി യേശുവിനാണെന്നും മഹത്വം. ബലഹീനരായി ഞങ്ങളെ ഉയർത്തി യേശുവിനാണെന്നും മഹത്വം. മഹത്വം മഹത്വം യേശുവിനെ, മഹത്വം മഹത്വം യേശുവിനെ, മഹത്വം മഹത്വം യേശുവിനെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ദേവലക്ഷ്മി. ഞാൻ ഒരു ദിവസം കിടന്നുറങ്ങാൻ നേരത്ത് ഞാൻ സ്വപ്നം കണ്ടായിരുന്നു. ഞാനും എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കാൻ നേരത്ത് മാതാവിൻ്റെ വലിയൊരു ഫോട്ടോ അടച്ചിട്ടുണ്ട്. ആ ഫോട്ടോയിൽ നിന്ന് മാതാവ് ഇറങ്ങി വന്നിട്ട്, മോളെ നീ എന്തിനാ കരയുന്നത്, നിൻ്റെ അസുഖങ്ങൾ മാറ്റിത്തരാൻ മാതാവ് നിൻ്റെ കൂടെ ഉണ്ട്, മോളെ നീ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് മെഴുകുതിരിയുടെ അകത്തോട്ട് കയറിപ്പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ആഹാരം കഴിക്കാൻ വേണ്ടി ഒന്നിച്ചിരുന്നപ്പോൾ ടയലിൻ്റെ ആ ഭാഗത്തായിട്ട് മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വരികയും മാതാവ് എന്നോട് പറയുകയും ചെയ്തു, മോളെ നീ വീണ്ടും എന്തിനാണ് കരയുന്നത്, നിൻ്റെ അസുഖങ്ങൾ മാറ്റിത്തരും ഞാൻ, നിൻ്റെ ഒപ്പം തന്നെ ഞാനുണ്ടെന്ന് മാതാവ് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ എനിക്കൊരു സങ്കടവും ഇല്ല, എൻ്റെ അസുഖം മാത്രം മാറ്റിത്തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. മാതാവ് അപ്പുറത്തേക്കും ആണെങ്കിൽ അമ്മയുടെ നെറ്റിയുടെ അകത്തോട്ട് കയറിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കുകയും റൂമിൽ ലൈറ്റ് ഇടുകയും ചെന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങുകയും ചെയ്തു. ആദ്യമായി ഈശോയോടും മാതാവിനോടും മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. കാരണം എനിക്ക് സാക്ഷ്യം പറയാൻ വൈകിയതിലാണ് ഞാൻ മാപ്പ് പറയുന്നത്. ഞാൻ 12/4/2024 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. അതിനു മുമ്പായിട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പേ ഞങ്ങൾ വന്ന് ഇവിടെ കുടുംബമായിട്ട് വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാനും ഉടമ്പടി എടുക്കാനും ഉണ്ടായ കാരണം, എൻ്റെ ഈ നിൽക്കുന്ന എനിക്ക് 2 പെൺകുട്ടികളാണ്. എൻ്റെ മൂത്താൾ +1 എഴുതിയിട്ട് നിൽക്കുന്നു. ഇത് എൻ്റെ ഇളയ മോള് ദേവലക്ഷ്മി. ഇവക്ക് 2.25 വയസ്സായപ്പോൾ ശരീരത്ത് നീര് കാണുകയും നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന അസുഖം കണ്ടുപിടിക്കുകയും തിരുവനന്തപുരം SIT മെഡിക്കൽ കോളേജിലോട്ട് പോവുകയും ചെയ്തു. അവിടെ വെച്ച് ഇതുപോലെ അസുഖം നന്നായിട്ട് മൂർച്ഛിക്കുകയും കുഞ്ഞിനെ ICUവിലോട്ട് മാറ്റണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കുഞ്ഞിന് നമ്മൾ മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവൾക്ക് 2 മാസം മെഡിസിൻ കൊടുത്തു. മെഡിസിൻ നിർത്തി കഴിഞ്ഞപ്പോൾ ഇവക്ക് വീണ്ടും ഈ അസുഖം വന്നു. അസുഖം വന്നു കഴിഞ്ഞ് വീണ്ടും മെഡിസിൻ നിർത്താൻ പറ്റുന്നില്ല. ഒന്നി ഡോസ് കുറയുമ്പോഴേ ഇവർക്ക് അസുഖം വരുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഇവർ ഈ സ്റ്റിറോയിഡ് ഗുളിക ആയതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കണ്ണാശുപത്രിയിൽ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ അടുത്തുള്ള കണ്ണാശുപത്രി കൊണ്ടുപോയപ്പോൾ അവിടെ അവർ പറഞ്ഞത് കണ്ണിൻ്റെ നരമ്പിൽ ഈ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നുണ്ട്, അതുകൊണ്ട് കുഞ്ഞിന് ഇത് ബ്രെയിനിൻ്റെ സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ അവർ ന്യൂറോളജിയിലോട്ട് വിട്ടു. ന്യൂറോളജി വിട്ടപ്പോൾ അവിടെ ഫ്ലൂയിഡ് ചെക്ക് ചെയ്തപ്പോൾ 44 mm ആണ് ഫ്ലൂയിഡ് കാണിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ അവർ 100% സർജറിയാണ് പറയുന്നത്. പക്ഷേ അവർ 3 മാസത്തേക്കും മെഡിസിൻ കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ഇത് ടെസ്റ്റ് ചെയ്യണം, സർജറിയാണ് വീണ്ടും പറയുന്നത്. അങ്ങനെയാണ് ഞാൻ 12/4/2024 കൃപാസനത്തിൽ വരുന്നതും ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നതും. ഉടമ്പടി എടുത്ത് അവിടെ ചെന്ന് 18-ാം തീയതി എൻ്റെ മോൾക്ക് വീണ്ടും ഇതിൻ്റെ BP ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടെസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ കുഞ്ഞിന് ആ 44 mm എന്ന് പറഞ്ഞ BP ടെസ്റ്റ് ചെയ്ത് അത് 25 ആക്കി എൻ്റെ മാതാവും തിരുക്കുമാരനും തന്നു. അന്ന് ഇത് ഫ്ലൂയിഡ് എടുക്കുന്ന സമയത്ത് സഡേഷൻ കൊടുത്താണ് കുഞ്ഞിന് ഫ്ലൂയിഡ് എടുക്കുന്നത്. സഡേഷൻ കൊടുത്ത സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത് മൊത്തം, എൻ്റെ മാതാവേ എൻ്റെ മോളെ ഒന്ന് സ്പർശിക്കണേ നീ എന്നോ ഞാൻ പറഞ്ഞോളൂ. കാരണം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ മോളെ മാതാവിനെ രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളെന്ന്. ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്ത് എൻ്റെ മാതാവിനോട് പറഞ്ഞ എൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്ത് എൻ്റെ മോളെ ഞാൻ ചെന്ന് എടുത്തോണ്ട് എൻ്റെ മോളോട് ഞാൻ ഇവിടെ ബെഡിൽ കൊണ്ട് കിടത്തിയിട്ട് ഞാൻ ചോദിച്ചു, മോള് മാതാവിനെ കണ്ടോയെന്ന് ഞാൻ ചോദിച്ച്. എൻ്റെ കുഞ്ഞിന് ബോധമില്ല. അപ്പോഴും മോള് പറയുന്നത്, ഞാൻ കണ്ടമ്മേ, എൻ്റെ ഇവിടെ ചെള്ളയിൽ വന്ന് തട്ടിയിട്ട് മാതാവ് പറഞ്ഞ്, മോള് വിഷമിക്കേണ്ട, മോളുടെ അസുഖമെല്ലാം മാതാവ്
മാതാവ് കൊണ്ട് കൂടെ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു എൻ്റെ മോള് ഞാൻ ചോദിച്ചത് പ്രകാരം പറയുന്നതായിരിക്കുമെന്ന്. പക്ഷേ എൻ്റെ കുഞ്ഞ് വീണ്ടും ഇത് തുടരെ പറഞ്ഞുകൊണ്ടിരുന്നു. മോളെ ഇവിടെ കൊണ്ട് കിടത്തി എപ്പോഴും എന്നോട് പറയുന്നു, അമ്മ എനിക്ക് കൃപാസനത്തിലെ ഉപ്പും പിന്നെ ഇതും തൈലവും താമേ, തേനും താമേ എന്നാണ് എന്നോട് പറയുന്നത്. ഞാൻ അപ്പോഴും, കാരണം സഡേഷൻ കൊടുത്ത കുഞ്ഞായിട്ട് ഉപ്പ് കൊടുക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, വൊമിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടറിന് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് കൊടുത്തില്ല. പക്ഷെ കാശ് രൂപ ഇവള് വേണമെന്ന് പറഞ്ഞു നിർബന്ധം പിടിച്ചു. കാരണം ഇവൾക്ക് ബോധമില്ല. എന്നിട്ട് ഞാൻ കാശ് രൂപം ഇവിടെ കയ്യിൽ കൊടുത്തു. ഇവിടെ കാശ് രൂപം എടുത്ത് ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ച്, മാതാവി എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോഴും ഞാൻ ചോദിച്ചു, മോളെ മാതാവിനെ നീ കണ്ടോ? അപ്പം ഞാൻ കണ്ടമ്മേ. പക്ഷേ എൻ്റെ മാതാവിൻ്റെ കൂടെ വേറൊരാളും ഉണ്ടായിരുന്നമ്മേ, പിന്നെ ഒരു കറുത്ത കോട്ടിട്ട ഒരാളും ദീശയൊക്കെ വളർത്തിയ ഒരാൾ. അപ്പം എനിക്ക് ഉറപ്പായി തിരുക്കുമാരനെയും കൊണ്ട് മാതാവ് അവിടെ വന്നിട്ടുണ്ടെന്ന്. ഞാൻ അപ്പോഴും, കാരണം BP ഇത് എത്രയാണെന്ന് അന്നേരം ഞാൻ അറിയുന്നില്ല. പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് ഡോക്ടറെ അടുത്ത് ഓടിച്ചെന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കുറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ ചെന്ന് ചോദിച്ചപ്പോഴും മേഡം പറഞ്ഞ് വിഷമിക്കേണ്ട, 25 mm കുറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ്റെ ആവശ്യമില്ലെന്ന്. ഞാൻ അന്ന് മുതലേ ഉടമ്പടി പുതുക്കുകയും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു പിന്നെ വീട്ടിലൊരു ചേച്ചിക്ക് ഇതുപോലെ അവർ നമ്മുടെ വീടിൻ്റെ വാടകയ്ക്ക് താമസിച്ചാണ്. അങ്ങനെ പരിചയം. ചേച്ചിയുടെ ഇങ്ങനെ മൂക്കിലൊരു അരിമ്പാറ വരികയും ഞാൻ ഈ തൈലം ചേച്ചിക്ക് കൊടുത്ത് ഒരു പകർന്നൊരു കുപ്പി കൊടുത്തു വിട്ടു, ഉപ്പും തേനും കൊടുത്തു വിട്ടു. ഇതറിഞ്ഞ് കൃപാസനത്തിൽ പോകണം, പ്രാർത്ഥിക്കണം ചേച്ചി, ഞങ്ങളും പ്രാർത്ഥിക്കാം, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. 2 മാസം കഴിഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ പോയി. സർജറി കഴിഞ്ഞ് ക്യാൻസർ എന്ന് പറഞ്ഞ കാര്യം 2 മാസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ആ ചേച്ചിക്ക് ക്യാൻസറോ അങ്ങനെ ഒന്നുമില്ല. ഫസ്റ്റ് തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, മാതാവിനോട് നന്ദി പറയണം രമ്യ. ഞാൻ പറയാം, ഞാൻ പോകുമ്പോൾ ഞാൻ പറയും ഇത്. എനിക്ക് അതൊരു അനുഭവമാണ്. പിന്നെ എൻ്റെ മോൾക്ക് നെഫ്രോട്ടിക് സിൻഡ്രോം കണ്ടുപിടിച്ചപ്പോൾ പിന്നെ പ്രെഡൻസോൾ എന്ന് പറഞ്ഞൊരു ഗുളികയാണ് കൊടുത്തിരുന്നത്. ആ ഗുളികയിൽ നിന്ന് വന്ന സൈഡ് എഫക്റ്റ് ആയതുകൊണ്ട് ന്യൂറോളജി വിഭാഗത്തിന് അവർ ആ ഗുളിക കൊടുക്കാൻ പറ്റത്തില്ല. അത് കാരണം MMF എന്ന് പറഞ്ഞ ഗുളിക സ്റ്റാർട്ട് ചെയ്ത് ആ ഗുളിക 1.5 വർഷം കൊടുത്തതിന് ശേഷം എൻ്റെ മോക്ക് പിന്നെ ഇപ്പം ഒരസുഖം വന്നിട്ടില്ല. ഇത് കിഡ്നിയെ സംബന്ധിക്കുന്ന ഒരു അസുഖം എൻ്റെ മോക്ക് വന്നിട്ടില്ല. ഇപ്പം മാർച്ച് 2024 എൻ്റെ മോടെ 2025 24 മാർച്ചിൽ മോടെ ഗുളിക നിർത്തി. മോക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിട്ട് പോന്നു. ഞങ്ങൾക്ക് ഇനിയും മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാകണം. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്, ഞാൻ അവിടെ പിന്നെ ആരുമില്ലാത്ത അമ്മയും അച്ഛന്മാരും ഉണ്ട്. പിന്നെ ഒരു ശാന്തി തീരമുണ്ട് അവിടെ രോഗികളുണ്ട്. അവർക്ക് ഞങ്ങൾ കുറേ പേര് ചേർന്ന് ഭക്ഷണം കൊടുക്കുകയും പിന്നെ ശനിയാഴ്ച ഞാൻ ഉപവാസം എടുക്കും. പിന്നെ ഇവിടുന്ന് പത്രമായിക്കൊണ്ട് SIT ഹോസ്പിറ്റലിൽ എല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയും പിന്നെ എനിക്ക് മാതാവിനെയും ഈശോയെയും കുറിച്ച് പറയാൻ ഒരുപാട് നാവാണ്. കാരണം എനിക്ക് ചോദിച്ചാലും അവരുടെ കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറയാൻ. എനിക്ക് ഞാനൊരു കടയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ അനുഭവങ്ങൾ അവിടെ നിന്ന് അവർ കണ്ട് മനസ്സിലാക്കി. ഞാൻ ജോലി ചെയ്യാൻ നിന്നിട്ടില്ല. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വയ്യാന്ന് പറഞ്ഞ് ഞാൻ പോവുകയും അപ്പോൾ അവരിപ്പോൾ പറയുന്നത് MS മനസ്സമാധാനമായിട്ട് ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ അഭിമാനമാണ്. കാരണം എന്നെ അവരെത്രത്തോളം മനസ്സിലാക്കി. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ മാതാവിനെ അവർ മനസ്സിലാക്കി. ഞാൻ അവരോട് എല്ലാവരോടും പറയും, നിങ്ങളെല്ലാവരും വരണം. എനിക്ക് കുറച്ച് പേരെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരും വരണം, വന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ വാങ്ങണം. മാതാവ് കൈവിടത്തില്ല നിങ്ങളുടെ കൂടെ എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനും മുന്നോട്ട് പോകുന്നു. തുടർന്നും എനിക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. പിന്നെ ഇതിനിടയ്ക്ക് കഴിഞ്ഞ മാസം എൻ്റെ അമ്മയ്ക്കൊരു സർജറി ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു വയറുവേദന വന്ന് കുടൽ ഒട്ടിയ അതിൻ്റെ ഓപ്പറേഷൻ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. ഈ മാതാവിൻ്റെ ബലത്തിലാണ് ഞാൻ അവിടെ ചെന്നത്. കാരണം അമ്മയ്ക്ക് സീരിയസ് ആയിരുന്നു. ഈ കാശ് രൂപം ഞാൻ എൻ്റെ കയ്യിൽ എവിടെ പോയാലും ഞാൻ എൻ്റെ കയ്യിൽ കരുതും. ഞാൻ ഈ കാശ് രൂപം വെച്ച് ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ച്, മാതാവ് ഞങ്ങൾക്ക് വേറെ ആരുമില്ല, കൂടെ സഹായിക്കാൻ പോലും ആരുമില്ല, മാതാവ് കൂട്ടിന് വരണം, അമ്മയുടെ സർജറി ഇന്ന് തന്നെ നടക്കണം. അതുപോലെ അമ്മയുടെ സർജറി നടന്ന് അമ്മ പെട്ടെന്ന് ഓക്കെ ആയി. ICUവിലായിരുന്നു. 2 ദിവസം ICU കിടത്തി ഓക്കെ ആയി. അമ്മ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ഫസ്റ്റ് ചെക്കപ്പും കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുചെന്നാൽ മതിയെന്ന് പറഞ്ഞ് അത് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് മാതാവിന് തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.